guys, welcome back to my YouTube channel. ഒരു A3 സൈസ് ഷീറ്റിലും A4 സൈസ് ഷീറ്റിലും എങ്ങനെയാണ് A6 സൈസ് സെറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. രണ്ടും എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് കാണാം ഡോക്യുമെൻറ്റ് A3 എന്നുള്ളൊരു ഓപ്ഷൻ. ഒന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ കാണുന്ന പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ A3 ഡോക്യുമെൻറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ വന്ന ആ ഒരു പേജിൻ്റെ അടിയിലായിട്ട് ഡിസൈൻസ്, എലമെൻറ്റ്സ്, ടെക്സ്റ്റ് എന്നൊക്കെയുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ എലമെൻറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ലൈൻസ് എന്നൊന്ന് സെർച്ച് എലമെൻറ്റ്സ് പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ലൈൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു ലൈനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ലൈനിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് പിടിച്ചിട്ട് ഈ ഒരു A3 ഷീറ്റിനെ ഹാഫ് ആക്കുന്ന രീതിയിൽ നീട്ടി വലിച്ചു കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു A3 ഷീറ്റിനെ ഹാഫാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു A3ൻ്റെ ഹാഫാണ് A4, അതിൻ്റെ ഹാഫാണ് A5, അതിൻ്റെ ഹാഫാണ് A6 വരുന്നത്. അപ്പോൾ ആ ഒരു A4ൻ്റെ നാലിലൊരു ഭാഗമാണ് A6 വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു A3 ഷീറ്റിൽ A4 ആക്കിയല്ലോ നമ്മളൊരു സൈഡ്, അതിനെ ഒന്നുകൂടി പകുതിയാക്കുക, 2 A5 ആക്കുക. 2 A5 ആക്കിയതിന് ശേഷം ആ ഒരു A5നെ ഒന്നുകൂടി പകുതിയാക്കിയാലേ A6 അവിടെ വരുന്നുള്ളൂ. സോ നമ്മൾ ആ ഒരു ലൈനിൽ പിന്നെയും കോപ്പി ചെയ്തിട്ട് വേണം ഇങ്ങനെ ആക്കാൻ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്. അതുവരെ നമുക്ക് ആ ഒരു പിങ്ക് ലൈനായിട്ട് കാണും. ഇതിൻ്റെ ഹാഫ് എന്നുള്ള നിലക്ക് ആ ഒരു പിങ്ക് ലൈൻ വരുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ ഈ ഒരു A5നെ ഒന്നുകൂടി A6 ആക്കുന്ന സമയത്ത് ആ ഒരു പിങ്ക് ലൈൻ അവിടെ വരില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവ് തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ എഡ് ഗൈഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കാണും കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷന്, അതൊന്ന് എടുത്തിട്ട് അതിൽ കോളംസ് എന്നുള്ളിടത്ത് 2 എന്നും ഗ്യാപ്പ് എന്നുള്ളിടത്ത് 0 എന്നും കൊടുക്കുക. എന്നിട്ട് റോസ് എന്നുള്ളിടത്ത് പോയിട്ട് 4 എന്ന് കൊടുക്കുക. ദെൻ ഡണ്ണ് നിൽക്കിയാൽ നമുക്ക് ആ ഒരു പിങ്ക് ലൈൻ അവിടെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു A4ൻ്റെ നാലിലൊരു ഭാഗമായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു A3 ഷീറ്റിൽ തന്നെ 8 പീസസ് A6 നമുക്ക് കിട്ടും ഇവിടെ. ഇങ്ങനെ ഈ ഒരു ലൈൻ വെച്ചതിനുകൊണ്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ലൈൻ ഇതിൻ്റെ ഹാഫായിട്ട് കിട്ടിക്കണോ ഇല്ലെന്ന്. അതിന് ഒരു കറക്റ്റ് ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പിക്സ് ആഡ് ചെയ്യണം. പിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഒക്കെ എലമെൻറ്റ്സ് പോയിട്ട് ഷേപ്സ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കുറേ ഷേപ്പ് കാണാം, ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ ആ ഒരു ഷേപ്പ്, ആ ഒരു സ്ക്വയർ നമ്മൾ ഈ ഒരു കള്ളിയിൽ കൊള്ളിക്കുക. കറക്റ്റ് സൈസ് പുറത്തോട്ടും ആവരുത് ഉള്ളോട്ടും ആവരുത്, കറക്റ്റ് ആ ഒരു സൈസിൽ തന്നെ കൊടുക്കുക. നമ്മളെ ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മോഡലാണെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഷേപ്പ്. അല്ല പോർട്രേറ്റ് മോഡലാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ ഒന്ന് ആ ഒരു റൊട്ടേറ്റ് എന്നിട്ട് സാധനം പിടിച്ചിട്ട് ഇതുപോലെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്താലേ നമുക്ക് ആ ഒരു ഫോട്ടോ പോർട്രേറ്റ് മോഡലിൽ വെച്ചിക്കാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പം ഫോട്ടോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലാൻഡ്സ്കേപ്പ് മോഡലാണ് കിട്ടുക. അതുകൊണ്ട് A4 കൊടുക്കുമ്പോൾ ആ ഒരു A3ൻ്റെ പകുതി A4ൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ A5ന് കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുക്കുക. ഇനി A6 കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി A4ൽ കൊടുത്താൽ അതേ കണക്കിൽ തന്നെ കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ അതുപോലെയാണ് കൊടുക്കേണ്ടത്. പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പേപ്പർ പറയുന്നത് A0, അതിൻ്റെ പകുതി A1, A2, A3, ഇങ്ങനെ ഹാഫായിട്ടാണ് ഒരു A3ൻ്റെ പകുതിയാണ് A4, A4ൻ്റെ പകുതി A5, A5ൻ്റെ പകുതി A6, ഈ ഒരു A6ന് ഒന്നുകൊണ്ട് പകുതിയൊക്കെ A7 അങ്ങനെ കിട്ടും. പിന്നെ പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിന് 2 മടക്ക് മടിക്കാൻ മതി. ഒന്ന് പകുതിയാക്കുക, എന്നിട്ട് അതിന് ഒന്നുകൂടി പകുതിയാക്കിയാൽ ഈ ഒരു A6ൻ്റെ കറക്റ്റ് സൈസാണ് അവിടെ കിട്ടുക. ഇനി ഈ ഒരു പ്രിൻറ്റിലേക്ക്, ഇനി ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണം. അതിന് ഗാലറി എന്നുള്ള ഓപ്ഷൻ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ്, ഞാനിപ്പോൾ ഇതിൽ A4ലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഫോട്ടോയും അതുപോലെ തന്നെ A5ലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഫോട്ടോയും A6ലേക്ക് ആഡ് ചെയ്യാനുള്ള 2 ഫോട്ടോയും അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് ഓപ്ഷൻ ഒക്കെ എന്നിട്ട് അവിടേക്ക് ഏത് ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യുക. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം പണി തീരും. എന്നിട്ട് സെലക്ട് ചെയ്ത ഫോട്ടോസ് ഓരോന്ന് എടുത്തിട്ട് അളവ് തെറ്റാണ്ട് നമ്മൾ ഏത് സൈസിലേക്ക് വെക്കേണ്ടത് വെച്ചാൽ ആ ഒരു സൈസ് ഫ്രെയിമിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ അതിലേക്ക് ഡ്രാഗ് ചെയ്ത് വന്നോളൂ. എക്സാമ്പിൾ ആ ഒരു കലണ്ടറിൻ്റെ ഫോട്ടോ A6 അതുകൊണ്ട് ഞാൻ ആ ഒരു A6ലേക്ക് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിമും A6 അതുകൊണ്ട് അങ്ങോട്ടാക്കി. പിന്നെ ഈ നമ്മൾ നെയ്തിയ ആ ഒരു ഇതുണ്ടല്ലോ ഫോട്ടോ, അത് A4 ആണ്, അതുകൊണ്ട് അങ്ങോട്ട് മറ്റേ ഒരു അറബിക്കുള്ളത് A5 ആണ്, അത് ഇവിടേക്കും. അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും മുകളിലുള്ളത് A4 ആണ്, ആ ഒരു അറബിക് കാലിഗ്രാഫി വരുന്നത് A5, അതിൻ്റെ അപ്പുറത്തുള്ള കലണ്ടറിനും മറ്റേ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള
ഒരു എഡിറ്റിങ്ങും അത് രണ്ടും A6 ആണ് വരുന്നത്. ഇതുള്ള പണി. അപ്പോൾ ഈ ഒരു A3 എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് A6 സൈസ് സെറ്റ് ചെയ്യാന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിച്ച് നമുക്ക് A4 എങ്ങനെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ A3ക്ക് പകരം A4 ഡോക്യുമെൻ്റ് എന്നുള്ളതുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്ലസ് ഐക്കൺ എടുത്തിട്ട് അവിടെ A4 ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. അതിൽ ഡോക്യുമെൻ്റ് A4 പോർട്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എടുക്കുക. A3നെ അപേക്ഷിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു A4ൽ A6 സെറ്റ് ചെയ്യാം. ബിക്കോസ് ആ ഒരു A3ൻ്റെ ഇതിൽ A5നെ പകുതിയാക്കുമല്ലോ, അന്നേരം നമുക്ക് ആ ഒരു പിങ്ക് ലൈൻ അവിടെ വരില്ല. അപ്പോൾ അത് നമ്മൾ ലൈന് കൊടുക്കുന്ന സമയത്ത് അത് തെറ്റാൻ ചിലപ്പം സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ആഡ് ഗേറ്റ്സ് നിൽക്കാണ്ട് അങ്ങനെ കൊടുക്കുന്നത്. ഇത് A4ൻ്റെ കേസാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ആ ഒരു പിങ്ക് ലൈന് ഇതിൽ തന്നെ കാണും. അതുകൊണ്ട് നമുക്ക് ഇതിൽ എലമെൻറ്റ്സ് പോയിട്ട് ലൈൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തന്നെ എലമെൻറ്റ്സ് പോയിട്ട് നേരിട്ട് ഫ്രെയിംസ് സെർച്ച് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു ഫ്രെയിം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കും പോലെ തന്നെ ആ ഒരു ഫ്രെയിമിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന ആ ഒരു വൈറ്റ് കളർ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ സൈസ് വലുതാവും. ഇതിപ്പം ആ ഒരു A4നെ പകുതിയാക്കിയ ഒരു A5 ആണ് മുകളിൽ കാണുന്നത്. ഞാൻ ഒരു A5നെ പകുതിയാക്കുകയാണ്. ഇപ്പം നമുക്ക് A6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 A6 നമുക്ക് ഇവിടെ റെഡിയായി. വേണമെങ്കിൽ നമുക്ക് ഇതിനെ A7 ആക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് കാണുന്നത്. കാരണം ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു പിങ്ക് ലൈന്, ഇത് നമുക്ക് ഒരു A7ൻ്റെ ആ ഒരു ലൈനാണ് വരുന്നത്. ഇപ്പം നമുക്ക് A6 വരെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരിട്ട് പോയിട്ട് പിക്ക് ചെയ്താൽ മതി. അതിന് അടിയിലുള്ള ഗാലറി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു 3 ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിൽ ഒരു A5ഉം 2 A6ഉം ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് എഡിറ്റ് ടു പേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഏത് ഫോട്ടോസാണ് ഏത് സൈസ് ഫ്രെയിമിലേക്കാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു ഫ്രെയിമിൻ്റെ അടുത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ആ ഒരു ഫ്രെയിമിൽ സെറ്റായി കിട്ടിക്കോളും. ഇനി ഇത് നേരെ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു A3 സൈസിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളതും A4 സൈസിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലെങ്ങനെ പിക്ക് ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ തെളിയിച്ച് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ ഒരു സൈസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആണ് ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.